അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും കടന്നു വരുന്നുണ്ട്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുകയാണ്. വീട്ടിലെ ജോലികൾ അല്പം പ്രയാസകരമാണ്, ഞങ്ങൾക്കൊരു വേലക്കാരനെ വേണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തിരിച്ചു പറയുന്നുണ്ട്, അലാ ഉഅല്ലിമുകുമാ മിമ്മാ ഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിമിൻ. നിങ്ങൾക്ക് ഈ ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും ചൊല്ലുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനായിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേലക്കാരനെ വേണം എന്ന് പറയുമ്പോൾ പകരം ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്, ഒരു വേലക്കാരനേക്കാൾ ഉത്തമമാണ് ദിക്റുകൾ ചൊല്ലുന്നത്, അഥവാ വേലക്കാരന് ആരോഗ്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വേലക്കാരന് സമയം ലാഭിക്കുവാനും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദിക്റുകളും അതിനേക്കാൾ ഉത്തമമായി ഒരാൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നർത്ഥം. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ദിക്റുകൾ പരമാവധി ചൊല്ലുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.